ഞാൻ ജീവിതത്തിൽ സത്യസന്ധമായി പറയുന്നു, ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റിൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിച്ച് വളഞ്ഞിട്ട്. I, Ramesh Pishardi, having been elected a member of Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law. പാലക്കാടിൻ്റെ മുൻ MLA രാഹുൽ മാങ്കൂട്ടം ഒരു വേദനിക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിനവിടെ വയ്ക്കാം. അപ്പം നമുക്കറിയാം ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ രാഹുൽ തിരിച്ചു വരുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വരണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കൂടി ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ കുറേ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം രാഹുൽ ഇന്നൊരു വേദനിക്കുന്നൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം രമേശ് പിഷാരടി ഇന്ന് MLA ആയിട്ട്, പാലക്കാടിൻ്റെ പുതിയ MLA ആയിട്ട് ചാർജ് എടുക്കുന്ന ദിവസമാണ്. സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് പിഷാരടി പാലക്കാടിൻ്റെ പുതിയ MLA ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് രാഹുൽ ഇട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MLA, പാലക്കാടിലെ MLA എന്ന് പറഞ്ഞാൽ ഇട്ടേക്കുന്നത്. ഇപ്പം പുള്ളി അതൊക്കെ മാറ്റിയിട്ട് കോൺഗ്രസ് വർക്കറെന്ന് മാത്രമാണ് ഇട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു സങ്കടമാണ് നമുക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങി ആ ഒരു പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുവാണെങ്കിൽ അതിനത്രയും ഇതേ കാണും. കാരണം ജനവിധിയാണെന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം, പുള്ളിക്കായാലും ആശ്വസിക്കാം, രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായാലും അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ ഇവിടെ രാഹുൽ എന്നൊരു വ്യക്തിക്കെതിരെ വന്നൊരു ആരോപണത്തിൻ്റെ പേരിൽ പാർട്ടി പുറത്താക്കുകയും MLA സ്ഥാനം അവിടെ രാജിവെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞുള്ള ഇലക്ഷൻ വന്ന സമയത്ത് പാലക്കാടിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ, MLA ആയിട്ട് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും അവിടെ പിഷാരടി വരികയും അങ്ങനെ പിഷാരടിയും അവിടെ വിജയിച്ച് MLA ആവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എങ്ങനെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനായാലും രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായാലും ഒരു വിഷമവും നിരാശയും തോന്നും. കാരണം MLA ആയിട്ടിരിക്കെ ഒരു വേറൊരാളെ കൊണ്ട് അവിടെ നിർത്തി മത്സരിപ്പിക്കുന്നു, അതിനുശേഷം ആ വ്യക്തി മത്സരിച്ചു അവിടെ MLA ആവുന്നു, അപ്പോഴും രാഹുൽ മാറി നിൽക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പം രാഹുൽ ഈ ഒരു പ്രസ്ഥാനത്തിലുണ്ടായിരുന്നെങ്കിൽ, MLA ആയിട്ട് ജയിച്ച് ഭൂരിപക്ഷത്തോടു കൂടി വന്നായിരുന്നെങ്കിൽ മന്ത്രിയായിരിക്കേണ്ട ആളായിരുന്നു അല്ലേ? മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇത്രയും കഷ്ടപ്പെട്ടൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ ആണ് പങ്കുവച്ചിട്ടുള്ളത്. അപ്പം അതിനകത്ത് രാഹുൽ ഇട്ടേക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ എഴുതിയിരിക്കുന്ന പാലക്കാടിൻ്റെ MLA ആയി പ്രിയപ്പെട്ട രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പാലക്കാടിൻ്റെ പ്രിയപ്പെട്ടവൻ പാലക്കാടിൻ്റെ പ്രിയപ്പെട്ടവൻ രമേശ് പിഷാരടി പ്രിയപ്പെട്ടവനാണെങ്കിൽ അതിലേറെ പ്രിയപ്പെട്ടവനാണ് നിങ്ങൾ. അതാദ്യം മനസ്സിലാക്കുക. കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുലിനെ കണ്ടതും UDFൻ്റെ പ്രവർത്തകരൊക്കെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും സെൽഫി എടുക്കുന്നതും അത്രയും ആരവത്തോടെ നമ്മൾ കണ്ടതാണ് അല്ലേ? നേരെ മറിച്ച് റിനിയെ കൂവി ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ജനവികാരമാണ് അല്ലേ? ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള കേരള ജനതയുടെ വികാരമാണ് അതൊക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു വീഡിയോ രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇവിടെ ഞാൻ വയ്ക്കാം. രാഹുൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ആണ് ഫേസ്ബുക്കിലൂടെ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഓർഡർ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുനരാരംഭിക്കുകയാണ്. സ്പീക്കർ G. സുധാകരൻ. ശ്രീ രമേശ് പിഷാരടി,
രമേശ് പിഷാരടി എക്സിക്യൂട്ടീവ് വിളിക്കലാണുണ്ട്. I, Ramesh Pishardi, having been elected a member of Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഓക്കെ, അങ്ങനെ രമേശ് പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ ആണ് രാഹുൽ പങ്കുവച്ചിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ ആളുകൾക്കും രാഹുലിൻ്റെ ഒരു പൂർണ്ണ പിന്തുണയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താണെങ്കിലും പ്രസ്ഥാനത്തിൽ അകത്തുള്ള ആളുകളെക്കാളും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിരുന്നു കൊണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രാഹുൽ തൊട്ട് മുമ്പൊക്കെ ഇട്ട പോസ്റ്റുകൾ കാണുമ്പോഴത്തേക്ക് അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം ഇതിന് തൊട്ട് മുമ്പ് രാഹുൽ മാങ്കൂട്ടം ഇട്ടിരുന്ന പോസ്റ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടം ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. അതിനകത്ത് ഒ ജെ നമ്മുടെ പുതിയ മന്ത്രിയായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ഒ ജെയുടെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോയാണ് രാഹുൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ഒ ജെ. അപ്പം ഇന്നിപ്പം രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ രാഹുലായിരുന്നു അവിടെ മന്ത്രിയാവേണ്ടത്, ഒ ജെക്ക് പകരം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ പുള്ളിക്ക് അതിന് കഴിയില്ല. പക്ഷേ ഒ ജെ മന്ത്രിയായി. എന്നുവെച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് രാഹുലിൻ്റെ കീഴിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇപ്പോൾ മന്ത്രിയായത്. അപ്പം നോക്കിക്കണം, ഇപ്പോൾ രാഹുലിൻ്റെ സ്ഥാനമായിരുന്നു ഒ ജെക്ക് കിട്ടേണ്ടത്. അപ്പോൾ രാഹുൽ അതിനകത്തിട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുമായിട്ട് നിന്നപ്പോൾ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് ഒന്നിച്ച് കണ്ട കിനാവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് കിനാവുകൾ കണ്ടായിരുന്നു. ഇതുപോലെ ഒരുമിച്ച് അതുപോലെ MLA ആവും, അതുപോലെ മുഖ്യമന്ത്രിയാവും, രാഹുൽ മുഖ്യമന്ത്രിയാവും കേട്ടോ. പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മുഖ്യമന്ത്രി ആയനെ. കാരണം അത്രയ്ക്കും കഴിവുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ. ഉറപ്പായിട്ടും മുഖ്യമന്ത്രി ആയനെ, അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5 കൊല്ലം കൂടെ പുള്ളി ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നായിരുന്നെങ്കിൽ, ഒരു മന്ത്രിയായിട്ട് നിന്നായിരുന്നെങ്കിൽ അടുത്ത പുള്ളിയുടെ ചുവടുവെപ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആയിരുന്നതിനെ. കാരണം അത്രയും ജനങ്ങളുടെ ഒരു പിന്തുണ രാഹുലിനുണ്ടായിരുന്നു, ഒരു സപ്പോർട്ട് രാഹുലിനുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അറിയണം. തെറ്റി വന്നതാണെങ്കിലും അത് രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇനി രാഹുൽ തിരിച്ചു വന്നാലും അതിന് ഒരു ചാൻസ് ഇല്ലാതില്ല. അപ്പോൾ ഒന്നിച്ച് കണ്ട കിനാവുകൾ, മന്ത്രിയാവും എന്നൊക്കെ ഒന്നിച്ച് ഒരു കിനാവുകളൊക്കെ കണ്ടായിരുന്നെന്നാണ് അതിലൂടെ പറഞ്ഞത്. വഴിമധ്യേ മഴയായി ചിതറിയാലും പതിരായി മണ്ണിൽ മറയില്ല, മന്ത്രി ഒ ജെ ഒരു ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രാഹുൽ വേറൊരു പോസ്റ്റും കൂടെ പങ്കുവച്ചിട്ടുണ്ട്. കണക്ക് ചോദിക്കാതെ ഈ കാലം കടന്നു പോകുമെന്ന് കരുതിയോ? അന്നേ പറഞ്ഞതാണ്, എന്നും വിജയനായിരിക്കില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെന്ന്. വിജയൻ സേനയ്ക്കെതിരെ SIT അന്വേഷണം, കണക്ക് പറഞ്ഞു തന്നെ പോകാം. ഇത് നമ്മുടെ ആലപ്പുഴയിൽ മറ്റേ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഒരു UDF യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചല്ലോ. അതിലൊരാൾ ഇന്ന് പാലക്കാടിലെ MLA ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു ഉത്തരവ് ആദ്യ ദിവസം തന്നെ ഉത്തരവ് പ്രഖ്യാപിച്ചായിരുന്നു. ഇത് പുനരന്വേഷിക്കാൻ ഉത്തരവ് വിട്ടതിനൊക്കെ പറ്റിയിട്ടൊക്കെ ഒരു സംസാരം വന്നായിരുന്നു. അപ്പം അതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ അടിച്ച 2 വ്യക്തികളുടെ ഫോട്ടോയും കൂടെ ചേർത്താണ് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഈ കാലം കണക്ക് ചോദിക്കാതെ പോകുമെന്ന് ഓർത്തു എന്നൊരു പോസ്റ്റാണ്. ഓക്കെ, ആ കേസ് അന്വേഷിക്കുന്നത് ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആ വ്യക്തിയുടെയും ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടം പിന്നെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവകേരള സദസ്സിൽ സമരക്കാരെ തല്ലിയ അനിൽകുമാറിനും സന്ദീപിനുമെതിരായ കേസ് SP ഷൗക്കത്ത് അലി അന്വേഷിക്കും. ഏത് ഷൗക്കത്ത് അലി? മുടക്കോഴി മലയിൽ ഷൗക്കത്ത് അലി പുലിയാന്നാണ് പറയുന്നത് കേട്ടോ. മുടക്കോഴി മലയിൽ പോയി TPA കൊന്ന കൊടിസുന്നിയെയും CPM ക്രിമിനൽ സംഘത്തെയും പിടികൂടിയ ഷൗക്കത്ത് അലി. അതിൻ്റെ പേരിൽ വിജയൻ സർക്കാർ 10 വർഷം ദ്രോഹിച്ച ഷൗക്കത്ത് അലി. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എന്നാണ് രാഹുൽ അവിടെ ചോദിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ രാഹുലിൻ്റെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, എങ്കിലും യോഗ്യതയില്ലായ്മയോ അധിക യോഗ്യതയുള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ എന്തെല്ലാം കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ നമ്മൾ കണ്ടു.
ഉമ്മൻചാണ്ടി സാറിൻ്റെയും KC വേണുഗോപാലിൻ്റെ പടമുള്ള ഫ്ലക്സ് ബോർഡ് കത്തിക്കുക. ഉമ്മൻചാണ്ടി സാറ് കത്തുന്നത് കാണുന്നത് ഇത് കോൺഗ്രസ്സുകാരനാ? VD സതീശൻ്റെ പടമുള്ള ഫ്ലക്സിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പുക. VD സതീശൻ്റെ മുഖത്ത് തുപ്പുന്നത് കോൺഗ്രസ് സംസ്കാരം. ഇവരൊക്കെ കോൺഗ്രസ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരു പോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അങ്ങനെ കയ്യടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോൾ ചില ആളുകൾ തെറി വിളിച്ചേക്കാം. CPMൻ്റെയും BJPക്കാരൻ്റെയും നിരന്തരമായി തെറിവിളി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറി വിളിച്ചാലും ഒരു വിഷമുണ്ടാകുമെന്നല്ലാതെ തഴമ്പിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇത് ഇപ്പോഴെങ്കിലും പറയണം. നേരത്തെ പറഞ്ഞാൽ പറയും മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ലോബിയിങ് ആണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാനാണെന്ന്. ഇന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല ഇത് പറയാൻ ഏറ്റവും യോഗ്യം ഞാനാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും അധികം തവണ ജയിലിലടച്ചത് തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ സത്യസന്ധമായി പറയുന്നു, ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തെറ്റിൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിച്ച് വളഞ്ഞിട്ട് എന്നെ ജയിലിലടച്ചൊരു സർക്കാർ, ആ സർക്കാരിനെതിരെ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ. എനിക്ക് അഭിപ്രായം പറയാൻ ഒരു മടിയുമില്ല. അതെ, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ജയിലിൽ പോയൊരു വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പോലീസിൻ്റെ അടികൾ കിട്ടിയിട്ടുള്ള, ലാത്തി ചാർജ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ജയിലിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല നമുക്കറിയാം രാഹുലിനെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ എത്ര ദിവസമാണ് ജയിലിൽ പോയി കിടന്നിട്ടുള്ളത്. നട്ടപ്പാതിരയ്ക്ക് പോലീസ് SIT ഇടാൻ ഇതിൽ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇതിനകത്ത് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു ക്രൂരമായിട്ട് കുറ്റം ചെയ്തിട്ടുള്ളൊരു ഒരു ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് പോകുന്നൊരു രീതിയിലേക്കാണ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധിയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ എന്തായാലും രാഹുൽ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മന്ത്രിയായിട്ടിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്തായാലും പുള്ളിക്ക് സങ്കടം കാണും. കാരണം പുതിയൊരു MLA പാലക്കാടിൻ്റെ മണ്ണിലേക്ക് പുതിയൊരാൾ ചാർജ് എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പദവി അവിടെ നിൽക്കെ തന്നെ പുതിയൊരു ആൾ വന്ന് ചാർജ് എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പുള്ളിക്ക് മനസ്സിനകത്ത് സങ്കടം തന്നെ കാണും. പക്ഷേ രാഹുൽ പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ പാലക്കാട്ടുകാരുടെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്മൈൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് 5 വീടുകളുടെ പണി പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട്. 100 വീടുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയാണ് 1.5 കൊല്ലം കൊണ്ട് പുള്ളി ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കൂടി പാലക്കാടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, വീടുകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്മൈൽ പദ്ധതി രാഹുൽ കൊണ്ടുവന്നിട്ടുള്ളത്. 5 പേർക്ക് 5 വീടുകൾ ഇപ്പം പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വീടുകളെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം രാഹുൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള പിഷാരടിയുമായിട്ട് ചേർന്ന് അതിൻ്റെ ഈ ബാക്കിയുള്ള വീടുകളിലെ പണിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടർന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ പറഞ്ഞേക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ്, ഗംഭീര തിരിച്ചുവരവ് തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട്. തിരിച്ചു വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അത് നമ്മളെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും രാഹുലിൻ്റെ കൂടെ തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത്, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലിനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.